രാജ്യം ഏറെ ചർച്ച ചെയ്ത സ്ത്രീ സംവരണ ബില്ലിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും വിമർശനങ്ങളും ആരോപണങ്ങളുമായി മുന്നിട്ടിറങ്ങുകയാണ് കോൺഗ്രസ്. ഈ ബില്ലിനെ കോൺഗ്രസ് എതിർത്തു എന്ന രീതിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP ഇന്നും വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സ്ത്രീകളെ അണിനിരത്തി വലിയ തരത്തിലുള്ള കോൺഗ്രസ് വിരുദ്ധ വികാരം ഇളക്കി വിടാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ ഈ കുപ്രചാരങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് IACC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തുറന്നടിക്കുന്നത്. മണ്ഡല പുനർനിർണയവുമായി സംവരണത്തെ ബന്ധിപ്പിക്കുന്നത് കാലതാമസം വരുത്താൻ വേണ്ടിയാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് തെളിവായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരത്തെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തുകൾ കൂടെ കോൺഗ്രസ് പുറത്തുവിടുന്നുണ്ട്. 2018 ജൂലൈ 16 കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സ്ത്രീ സംവരണ ബിൽ പാസാക്കാൻ പിന്തുണ നൽകണമെന്നായിരുന്നു ആ കത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാന ആവശ്യം. പ്രധാനമന്ത്രി, താങ്കൾ പല പൊതു റാലികളിലും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കുന്നതിനേക്കാൾ മികച്ച മറ്റൊരു കാര്യമില്ല. ഇതായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ആ കത്തിൽ കുറിച്ചത്. 2010 മാർച്ച് 9 UPA സർക്കാരിന്റെ കാലത്ത് രാജ്യസഭ ഈ ബിൽ പാസ്സാക്കിയതുമാണ്. എന്നാൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന BJP ഇതിനെ പിന്തുണച്ചിരുന്നു. BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി അന്ന് ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ചരിത്രപരവും നിർണായകവുമായിട്ടുള്ള ഒരു കാര്യമെന്നാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ ബിൽ ലോക്സഭയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ജയറാം രമേശ് കുറ്റപ്പെടുത്തി ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് മുൻപ് ഏകദേശം 2017 സോണിയാഗാന്ധിയും സമാനമായ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. ലോക്സഭയിൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ അന്നും ഇന്നും ഈ ബില്ലിനുണ്ട് എന്നാണ് അവർ ഇതിലൂടെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളെയെല്ലാം അവഗണിച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ മണ്ഡല പുനർനിർണയം എന്ന നൂലാമാലയിലേക്ക് ഈ സംവരണത്തെ തള്ളിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന ആരോപണം. ചുരുക്കത്തിൽ സ്ത്രീ സംവരണം എന്നത് BJPക്ക് ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണെന്നും അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആത്മാർത്ഥമായ താല്പര്യമില്ല എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മണ്ഡല പുനർനിർണയം നടപ്പിലാക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം. അതുവരെ സ്ത്രീകളുടെ അവകാശത്തെ തടഞ്ഞു വെക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം കൂടെയാണ് കോൺഗ്രസ് ഇവിടെ ഉയർത്തിക്കാണിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.